എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസമായി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന സെഷനാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ ഫെമിലറൈസേഷനാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഗ്നി 5 ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് എന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസംസ് സാധാരണഗതിയിൽ ചോദ്യങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് അഗ്നി 5നെ കുറിച്ചുള്ളത്. അഗ്നി 5 ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. അഗ്നി 5 അഗ്നി സീരീസിലെ 5ാമത്തെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5 എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, അഗ്നി 5 എന്ന മിസൈൽ 5000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലാണ്. ഈ റേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരുപാട് മിസൈൽസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ റേഞ്ചസ് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകും. 3, അഗ്നി പ്രൈം മിസൈലിന് അഗ്നി 5നേക്കാൾ റേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അഗ്നി സീരീസിലെ അഗ്നി പ്രൈം എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നി പ്രൈം മിസൈലിന് അഗ്നി 5നേക്കാളും റേഞ്ച് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉത്തരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അഗ്നി 5 ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് എന്നാണ് പറയുന്നത്. ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണോ അഗ്നി 5? അതെ, അഗ്നി സീരീസിലുള്ള അഗ്നി 5 ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തേത് അഗ്നി 5 എന്ന മിസൈൽ 5000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലാണ്. അഗ്നി 5ന് 5000 കിലോമീറ്റർ 4500 to 5000 കിലോമീറ്ററാണ് റേഞ്ച്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അഗ്നി പ്രൈം മിസൈലിന് അഗ്നി 5നേക്കാൾ റേഞ്ച് ഉണ്ട് എന്നാണ് പറയുന്നത്. അഗ്നി 5ൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞു 5000 കിലോമീറ്ററാണ്. അപ്പോൾ അഗ്നി പ്രൈം മിസൈലിന് അതിനേക്കാളും കൂടുതലുണ്ട്. നോർമലി നമ്മൾ എന്താ വിചാരിക്കുക, അഗ്നി പ്രൈം പുതിയ ലേറ്റസ്റ്റ് വേരിയൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അഗ്നി 5നേക്കാളും റേഞ്ച് ഉണ്ടെന്നാണ് നമ്മൾ നോർമലി വിചാരിക്കുക. പക്ഷേ തെറ്റാണ്. കാരണം അഗ്നി പ്രൈമിന് 1000 to 2000 കിലോമീറ്റർ റേഞ്ചാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൺഫ്യൂസിങ് ആണ്, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ റേഞ്ചും അതുപോലെ തന്നെ ടെക്നോളജിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ GSLV MK3 എന്ന് പറയുന്നത് 3 സ്റ്റേജ് ലിക്വിഡ് പ്രൊപ്പലിംഗ് സിസ്റ്റം ആണെന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള സിസ്റ്റംസിൻ്റെ ടെക്നോളജിയും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതാ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ എത്രയാണ്? ആൻസർ ഏത് ഓപ്ഷനാണ്? 1 and 2 ആണ് ഓപ്ഷൻ. കാരണം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.